ചുട്ടുപൊള്ളുന്ന ചൂടത്ത് ഒന്ന് കൂളാവാൻ നാരങ്ങ കൊണ്ടുണ്ടല്ലോ ഒരു പൊളി ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തത്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരു നാരങ്ങയാണ് വേണ്ടത്. ഒരു നാരങ്ങയുടെ കംപ്ലീറ്റ് നീര് നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ സ്ക്യൂസർ വെച്ചിട്ടാണ് കേട്ടോ നാരങ്ങൻ്റെ നീര് പിഴിഞ്ഞെടുക്കണില്ല എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ പിഴിഞ്ഞെടുത്താലും മതി. ഇനി ഇപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം വേണം. അപ്പോൾ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഉണ്ടല്ലോ ഈ പഞ്ചസാര ഒന്ന് ഉരുകുന്നത് വരെ നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം. പിന്നെ പഞ്ചസാരയും നാരങ്ങയും വെള്ളവും മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നല്ല ക്ഷമമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബൗളിലിട്ടിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഇളക്കിയെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താണ്. പിന്നെ നാരങ്ങ മിക്സിയിലിട്ട് അടിച്ചെടുത്തതൊരു പ്രത്യേക ഫ്ലേവറാണ് അല്ലേ. നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ കളറും നല്ലൊരു വൈറ്റ് കളർ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ നാരങ്ങ നീരിലേക്ക് ഉണ്ടല്ലോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ അത് അടിച്ചെടുത്തത്. ഇനി മധുരവും പുളിയും പാകമാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല കൂടുതൽ തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വലിയ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങൻ്റെ ഒരു തോടെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗ്ലാസ്സൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ നീര് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് പഞ്ചസാര ഉണ്ടല്ലോ അതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര ഗ്ലാസ്സുമ്പോൾ കോട്ടായി കിട്ടാണ്ടിട്ടാണ് കേട്ടോ നാരങ്ങ നീര് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തത്. നാരങ്ങ നീര് ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് ആക്കി കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. എന്താണെങ്കിലും നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ നാരങ്ങ അല്ലാതെ ഇരിക്കൂലല്ലോ. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, നിർബന്ധമല്ല. അപ്പം ഇനി നമ്മുടെ നാരങ്ങ വെള്ളത്തെ സ്പെഷ്യലാക്കുന്നത് റോസ് സിറപ്പ് വെച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നോമ്പാണ് വരുന്നത്, വത്തക്കൻ്റെ സീസണാണ്. അപ്പോൾ എല്ലാവരും മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കൂലേ, അതിന് വേണ്ട മെയിൻ ആയിട്ടാണല്ലോ ഈ റോസ് സിറപ്പ്. അപ്പോൾ ഇതുപോലെ മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് നാരങ്ങ വെള്ളം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 രീതിയിലാണ് കേട്ടോ ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ സാധാരണ ജഗ്ഗിന്ന് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലൊരു റോസ് കളറിൽ, കടും റോസ് കളറിൽ അല്ലേ നാരങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ നമ്മൾ സ്പൂണിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നാരങ്ങ സ്പൂൺ വെച്ചിട്ട് പതുക്കെ നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 ലെയറിൽ നാരങ്ങ വെള്ളം കിട്ടും കേട്ടോ. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ടേസ്റ്റ് രണ്ടിനും ഒരേ ടേസ്റ്റ് തന്നെ ആവും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് കാണാൻ ഇങ്ങനെ ലെയറായിട്ട് കാണുമ്പോൾ ഒരു രസമാണല്ലോ അല്ലേ. അപ്പോൾ ഇനി ഒന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങൻ്റെ സ്ലൈസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് ഉണ്ടോ നല്ല കടും റോസ് കളറിൽ എന്ത് രസമാണ് കാണാൻ, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതുപോലെ റോസ് സിറപ്പ് കൊണ്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയത് ഒരു 1.5 ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റോസ് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് എന്താണേലും ഇഷ്ടമാവും. ഇത് കണ്ട 2 ലെയറായിട്ടുള്ള നാരങ്ങ വെള്ളമാണ് കേട്ടോ. ഇത് ലെയറായിട്ട് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. അടിയിൽ നല്ല കടും റോസും മുകളിലൊരു ഇളം റോസും അല്ലേ, കണ്ടോ ഒരു വയലറ്റിൻ്റെ ഷെയ്ഡൊക്കെ അല്ലേ. കുടിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കട്ടെ. എന്താണെങ്കിലും റോസ് സിറപ്പിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ സാധാരണ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കണതിന് പകരം റോസ് സിറപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.